അപ്പം നമ്മൾ ഒരാഴ്ചയോളം ഈ വണ്ടി ഓടിച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി നാളെ രാവിലെ നമുക്ക് വണ്ടി കൊടുക്കാൻ പോകണം. ചാർജിങ് ആ ഒരു ടെസ്റ്റും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം കിട്ടിയ ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള ഒരു കാച്ചി കുറുക്കിയ ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ ഇതിനെ കാണാം. ഈ വരുന്ന ചെറിയൊരു കയറ്റമാണ്. നമുക്കിപ്പോൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഈക്കോ മോഡിൽ എങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം. കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ 50ലേക്ക് റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഒരു 50-52 ഒക്കെ ഒരു ടോപ്പ് എൻഡായിട്ട് കണക്കാക്കാം. അപ്പം ഹമ്പൊക്കെ വളരെ സിമ്പിളായിട്ട് കയറുന്നുണ്ട്. 157 mm ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്കിലും ഈസി ആയിട്ട് ഹമ്പ് എടുക്കുന്നുണ്ട്. നമുക്ക് ടോപ്പ് സ്പീഡ് ഒന്ന് നോക്കാം. പവർ മോഡിലെ 82 ടി വി എസ് ക്ലെയിം ചെയ്യുന്ന ടോപ്പ് സ്പീഡ്. നമുക്ക് ഒരു സ്ട്രെച്ചൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ പോകാൻ പറ്റും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടി വി എസിൻ്റെ 5.1 kWh ബാറ്ററി പാക്കുള്ള ടി വി എസ് iQube ST ആ ഒരു വേരിയൻ്റാണ്. അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ടെസ്റ്റ്, അതുപോലെ തന്നെ ഒരു റൈഡ് റിവ്യൂയും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് കീയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഒരു ഫ്ലിപ്പ് കീ ആണ്. ടി വി എസ് iQubeൻ്റെ കീ ആണ്. അടിപൊളി ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഞെക്കുമ്പോൾ ഈ ചാവി ഇങ്ങനെ ഓണാകും. താഴെ നോർമലായിട്ടുള്ളൊരു ചാവിയുണ്ട്. കൂടാതെ ഈ ഒരു കീയിൽ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട് താഴെ. കാരണം രാത്രിയിൽ നമ്മൾ ഇതിലേക്ക് കീ ഇടുന്ന സമയത്ത് വെളിച്ചമില്ല എങ്കിൽ ഇത് നമുക്ക് ഇവിടെ ഇത് കണ്ടോ, ഒരു ലൈറ്റുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് ഇടാൻ പറ്റും. ഡിസൈൻ്റെ കാര്യത്തിൽ നോർമൽ iQube പോലെ തന്നെയാണ്. വലിയ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഒരു വിൻസ്ക്രീൻ കുറച്ച് വലുതാക്കിയിട്ടുള്ളൂ. അതുപോലെ നമുക്ക് സ്ക്രീൻ വരുന്നത് 7 ഇഞ്ച് TFT ടച്ച് സ്ക്രീനാണ്. അടിപൊളി വിസിബിലിറ്റി ഉള്ള സൂപ്പർബായിട്ടുള്ള ഒരു ടച്ച് സ്ക്രീനാണ്. സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക, പ്ലസ് ബ്രേക്ക് ഹോൾഡ് ചെയ്യണം. അപ്പോൾ അടിപൊളി ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. നല്ല സൂപ്പർ ഡിസ്പ്ലേ ആണ്. ഈക്കോ മോഡ് അതുപോലെ പവർ മോഡ് എന്നുള്ള സെറ്റപ്പിലാണ് ഇത് വരുന്നത്. അപ്പോൾ പവർ മോഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്താൽ മതി, പവർ മോഡിലേക്ക് വരും. അത്യാവശ്യം ഡീറ്റെയിലൊക്കെ ഉണ്ട്. ഇത് പല തീമുകളിലാക്കാൻ പറ്റും. നൈറ്റ് മോഡുണ്ട്, ഡേ മോഡുണ്ട്. പിന്നെ സ്വിച്ചിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹസാർഡ് സ്വിച്ച് ഉണ്ട്, പാർക്ക് അസിസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് പാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു മുന്നോട്ടും പുറകോട്ടും വളരെ സ്ലോയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർക്ക് മോഡ് വരുന്നത്. പാർക്ക് മോഡിൽ മുന്നോട്ട് പോകുമ്പം 10 km സ്പീഡിൽ വരെ പോകാം. പുറകോട്ടാണെന്നുണ്ടെങ്കിൽ 3 km വരെ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ അത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് തള്ളി മാറ്റേണ്ട. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഹൈ ബീമും ലോ ബീമും, അതുപോലെ ഇവിടെ ഒരു ജോയ് സ്റ്റിക്ക് സെറ്റപ്പ് വരുന്നുണ്ട്. അത് മീറ്റർ കൺസോളിലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ്. സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്യുക. നമുക്കതല്ലാതെ ഇവിടെ ടച്ച് ആയിട്ടും യൂസ് ചെയ്യാം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ജനറൽ സെറ്റിങ്സ്, മൈ വെഹിക്കിൾ, പ്രൈവസി, ഡോക്യുമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം, പ്രൊഫൈൽ, അതുപോലെ തന്നെ ബാറ്ററിയുടെ ഡീറ്റെയിൽസ്. 3 ബാറ്ററി പാക്കാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഇപ്പോൾ 75 കാണിക്കുന്നുണ്ട്. 118ഓളം കണക്റ്റഡ് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ അലക്സ, വോയിസ് അസിസ്റ്റ്, കോൾ അലർട്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. TPMS അതായത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ കാണിക്കുന്നുണ്ട്. ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാം. വേണ്ടിയതിലധികം ഒരു നോർമൽ സ്കൂട്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റ് സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ, ഹോണ്, അത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു ഹുക്ക് വരുന്നുണ്ട്. അതുപോലെ ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെയും ഒരു ചെറിയ ഹോൾഡർ വരുന്നുണ്ട്, ഹുക്ക് വരുന്നുണ്ട്. അതൊരു 3 കിലോ. പിന്നെ വരുന്നത് നമുക്കൊരു DRL, അതുപോലെ LED യൂണിറ്റ്സ് ആണ് എല്ലാം. ഇൻഡിക്കേറ്ററും ഇതിൻ്റെ കൂടെ ഇൻറ്റഗ്രേറ്റഡ് ആണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള LED യൂണിറ്റ്സ് ആണ്. പിന്നെ റിയറിലേക്ക് വന്നു കഴിയുമ്പോഴും ഇവിടെയും നമുക്ക് LEDs ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓൺ ആക്കുന്ന സമയത്ത് ഒരു ചെറിയ ലൈറ്റ് വരുന്നുണ്ട് ബ്ലൂ കളറിൽ.
അപ്പം ഇത് ഒരു ഹബ് മോട്ടറാണ്. പിന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ കീ എടുത്തിട്ട് ഇവിടെ നിന്ന് വേണം ഓപ്പൺ ചെയ്യാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള രീതിക്കാണ് ഇതിനെ ഓവറോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 32 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. നമുക്ക് അതിനകത്ത് ഒരു 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് സൂപ്പറായിട്ട് വയ്ക്കാം. ഇപ്പോൾ വേഗാടയൊക്കെ പോലെയുള്ള ചെറിയൊരു ഹെൽമെറ്റ് ആണെങ്കിൽ ഈ ഫ്രണ്ടിൽ വയ്ക്കാം, റിയറിൽ വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഹെൽമെറ്റ് കയറും, പക്ഷേ നമുക്ക് അടയ്ക്കുമ്പം കുറച്ചൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത് സീറ്റ്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, ഫോൺ ചാർജ് ചെയ്യാം. അപ്പം 32 ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട്. ഇതാണ് ചാർജർ. നോർമലായിട്ടുള്ള 5 ആംപ് സോക്കറ്റിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇതതിൻ്റെ ചാർജിങ്ങിൻ്റെ കണക്ട് ചെയ്യാനുള്ള പ്ലഗാണ്. നല്ലൊരു ഗ്രാബ് റെയിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഫുഡ് പെഗൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് പെഗാണ്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്, ന്യായമായിട്ടുള്ള ലെഗ് സ്പേസ് ഉണ്ട്. നല്ല ഹൈറ്റ് ഉള്ളവർക്കും ഇരിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സാധനം ആക്സസറി ആയിട്ട് വരുന്നതാണ്. പക്ഷേ എനിക്ക് ഒരു ചെറിയൊരു പ്രശ്നം തോന്നിയത്, ഇത് കുറച്ച് നീണ്ടിട്ടാണ് ഇരിക്കുന്നത് ബോഡിയിൽ നിന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടോ നന്നായിട്ട് ഇങ്ങോട്ട് മാറിയിട്ടായിരിക്കുന്നത്. മറ്റുള്ള വണ്ടികളിലൊക്കെ ഹിറ്റ് ആകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഫ്റ്റർ മാർക്കറ്റ് ഒന്നും മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്, കുറച്ചുകൂടെ ഉള്ളിലോട്ട് നിൽക്കുന്നത്. iQube എന്നുള്ള ലോഗോയാണിത്. ആക്ച്വലി ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല, നമ്മളൊന്ന് തല തിരിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊരു I ആണ്, ഇവിടെ ഒരു Q ലെറ്റർ കാണാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇതിന് 2 റൈഡിംഗ് മോഡ്സ് ആണുള്ളത്, ഈക്കോ അതുപോലെ പവർ മോഡ്. ഈക്കോ എന്ന് പറയുമ്പം ഗ്രാജുവലായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. എന്ന് വെച്ച് പവറിന് ഒട്ടും ലാഗൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. 2 മോഡേ ഉള്ളെങ്കിലും അത് ന്യായമായ പവറുള്ള ഒരു മോഡ്സ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അധികം വലിഞ്ഞു നിൽക്കുന്ന സെറ്റപ്പിലൊന്നും അല്ല ഈ ഒരു വണ്ടി അതിൻ്റെ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നത്. 33 Nm ടോർക്ക് വരുന്നുണ്ട്. നല്ല ടോർക്കായിട്ടുള്ള ഒരു മോട്ടറായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ കൈ കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു പിക്കപ്പ് ഉണ്ട്, അല്ലാതെ റബ്ബർ ബാൻഡ് വലിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലൊന്നുമില്ല. ടോപ്പ് സ്പീഡ് ഈക്കോ മോഡിൽ കുറച്ച് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 50-55 വരെയൊക്കെ സിമ്പിളായിട്ട് പോകും. പവർ മോഡിൽ നമുക്ക് കുറച്ചുകൂടെ ടോപ്പ് സ്പീഡ് കിട്ടും. 82 ആണ് മാക്സിമം സ്പീഡ് പറയുന്നത്. ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിലൊക്കെ വളരെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. നല്ല രീതിയിലുള്ള പവറുണ്ട്. ഒരു 110 cc പെട്രോൾ സ്കൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നോ, അല്ലെങ്കിൽ ഒരു 125 cc വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ ആ മോഡലിലാണ് ഇതിൻ്റെ 2 പവർ മോഡ്സ് അതിൻ്റെ ഒരു പെർഫോമൻസ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇക്കോ മോഡ് തന്നെ ധാരാളമാണ്. നമ്മുടെ ഒരു റെഗുലർ ലൈഫിലെ അല്ലെങ്കിൽ സിറ്റി റൈഡിൽ നമുക്ക് ആവശ്യത്തിനുള്ള പവർ കിട്ടും. അത് യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ നമുക്ക് ഇത്തിരി ഹൈ സ്പീഡിലൊക്കെ പോകണം, ഓവർടേക്ക് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പവർ മോഡ് യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു കുത്തനെ കയറ്റമൊക്കെ വരുവാണ്, 2 പേരെ വെച്ച് വലിക്കണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പവർ മോഡിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഡിസ്ക് വരുന്നുണ്ട് 220 mm, റിയറിൽ ഡ്രം ബ്രേക്കാണ്. അലോയ് വീൽസാണ് വരുന്നത്, 12 ഇഞ്ച് അലോയ് വീൽസാണ്. അതുപോലെ ടയർ 90/90 ആണ് വരുന്നത്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്കാണ് സസ്പെൻഷൻ, റിയറിൽ അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഗട്ടറൊന്നും അത്രത്തോളം അറിയത്തില്ല, വളരെ കൂളായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റും. സസ്പെൻഷൻ സെറ്റപ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കംഫർട്ടബിൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ എർഗണോമിക്സിൻ്റെ കാര്യങ്ങൾ പറയാം. നമ്മൾ കയറിയിരിക്കുമ്പം വളരെ ഈസി ആയിട്ട് എനിക്ക് കാല് നിരത്തുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 ഇഞ്ചാണ്. അതുപോലെ തന്നെ വളരെ ലോ സീറ്റ് ഹൈറ്റ് ആണ്, 770 mm ഉള്ളൂ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഹാൻഡിൽ ബാറൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. പ്രായമുള്ളവർക്കും യൂത്ത് ആയിട്ടുള്ളവർക്കും ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നമുക്കൊരു 132 കിലോയാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ് ബാറ്ററി വരുന്നത്. താഴേക്കാണ് കൂടുതലും വെയിറ്റുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. അത് മേലോട്ടധികം വെയിറ്റ് വരുന്നില്ല. സോ നമുക്ക് ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രശ്നമില്ല. സീറ്റ് കംഫർട്ട് എന്ന് പറയുന്നത് ഒരു മീഡിയം കുഷ്യൻ, എന്നാൽ ഒരുപാട് സോഫ്റ്റും അല്ല ഒരുപാട് ഹാർഡും അല്ലാത്ത രീതിയിലുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സെറ്റപ്പിലാണ്. കംഫർട്ടബിളാണ്. നമുക്ക് സിറ്റി റൈഡ് ആണെങ്കിലും കുറച്ച് ലോങ് പോകണമെങ്കിലും കംഫർട്ടബിളാണ്. അതുപോലെ ലെഗ് സ്പേസ് നല്ല രീതിക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല. ലോങ് ആയിട്ടുള്ളതും അതുപോലെ വൈഡ് ആയിട്ടുള്ള സീറ്റാണ്. പില്ലിനും റൈഡറിനും സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അത്യാവശ്യം കംഫർട്ടബിളാണ്. ഞാൻ നോക്കിയിട്ട് സിറ്റി റൈഡിൽ സസ്പെൻഷനൊക്കെ കുറച്ച് സോഫ്റ്റർ സൈഡിലാണ്, അതുകൊണ്ട് പിന്നെ അത്രത്തോളം പ്രശ്നം വരത്തില്ല. ഇതാ ഇവിടെ 17 എന്നുള്ളൊരു സ്റ്റിക്കറുണ്ട്. അതായത് ST വേരിയൻറ്റിൽ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ട് നിൽക്കുന്ന വെർഷനാണ് 17 എന്നുള്ളത്. 3 ബാറ്ററി പാക്കാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയുണ്ട്. കൂടുതലും പ്ലാസ്റ്റിക് പാർട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫൈബറാണ് കൂടുതലും വരുന്നത്. ഇത് മെറ്റലാണ്, ഇതും ഫൈബറാണ് വരുന്നത്. ബിൽഡ് ക്വാളിറ്റി വലിയ തെറ്റില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു TFT സ്ക്രീനൊക്കെ അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയുണ്ട്. പക്ഷേ ചില ഭാഗങ്ങൾ കുറച്ചൊരു ഇതായിട്ട് തോന്നി. ഈ സ്റ്റാൻഡൊക്കെ കുറച്ചൊരു
നോർമൽ സെറ്റപ്പിലുള്ള ഒരു സ്റ്റാൻഡ് പോലെ തോന്നി. അതുപോലെ ഈ വയറൊക്കെ എക്സ്പോസ്ഡ് ആണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇവിടെ പാനൽ ഗ്യാപ്സ് ഒക്കെ വരുന്നുണ്ട്. അതർവൈസ് ബിൽഡ് ക്വാളിറ്റി തെറ്റില്ലാത്ത ഒരു നോർമൽ സ്കൂട്ടറിൻ്റെ ക്വാളിറ്റി, ടി വി എസിലെ നോർമൽ പെട്രോൾ സ്കൂട്ടർ പോലെയുള്ള ക്വാളിറ്റി തന്നെ ഇതിനും കൊടുത്തിട്ടുണ്ട്. അപ്പം ക്വാളിറ്റിയിൽ അത്ര പ്രശ്നം എനിക്ക് പറയാനായിട്ടില്ല. ഇനി ഇതിൻ്റെ റേഞ്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടി വി എസ് ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഇക്കോ മോഡൽ 150 ആണ്. പവർ മോഡൽ നമുക്ക് 100 ആണ് ടി വി എസ് ക്ലെയിം ചെയ്യുന്നത്. അത് റിയൽ ആയിട്ടുള്ള പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോർമലി ഒരു സ്കൂട്ടർ എങ്ങനെ ഓടിക്കുമോ അതേപോലെ ഓടിച്ചു കഴിഞ്ഞാൽ ഈ റേഞ്ച് കിട്ടുമോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി വി എസ് പറയുന്ന റേഞ്ചിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റേഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ആ റേഞ്ച് എത്ര കിട്ടി എന്നുള്ളത് ഞാൻ ഒരു റേഞ്ച് ടെസ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം, കാണാൻ മറക്കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 മുകളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എത്രയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. ശരിക്കും ടി വി എസ് പറയുന്നത് ഒരു ട്രൂ റേഞ്ചാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇംപ്രസ്ഡ് ആവും. പല മാനുഫാക്ചേഴ്സും 150ഉം 200ഉം ഒക്കെ IDC റേഞ്ച് പറയുന്നത്, പക്ഷേ അത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല. പക്ഷേ ഈ ഒരു വണ്ടിയിൽ 150 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയാം. പ്രൈസിംഗ് എന്ന് പറയുന്നത് 1.86 lakhs ആണ് ഷോറൂം പ്രൈസ് വരുന്നത്. നമുക്ക് ഓൺ റോഡ് ഏകദേശം ഒരു കേരളത്തിൽ 2.10, അതായത് 2,10,000 രൂപ അടുത്ത് വരാനാണ് സാധ്യത. കറക്റ്റായിട്ട് അറിയാവുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. പ്രൈസ് കുറച്ചൊരു കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കാരണം 2 ലക്ഷത്തിന് ഓൺ റോഡ് പ്രൈസ് വരുമ്പം ഈ ഒരു വണ്ടി വർത്താണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയാം. വാറൻറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 years അല്ലെങ്കിൽ 50,000 കിലോമീറ്ററാണ്. അത് ബാറ്ററിക്കും മോട്ടോറിനും കൺട്രോളറിനും അതുപോലെ 950 വാട്ട് ചാർജറിനും അത് ഇൻക്ലൂഡഡ് ആണ്. ചാർജറിൻ്റെ കാര്യം പറയുമ്പം 950 വാട്ട്സിൻ്റെ ചാർജറാണ്. നമുക്ക് ചാർജിങ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 to ഒരു 80% ചാർജ് ആകാനായിട്ട് 4 മണിക്കൂറും ഒരു 20 അല്ലെങ്കിൽ 4.5 മണിക്കൂർ മാക്സിമം മതി. അപ്പോൾ നമ്മുടെ സാധാരണ വീടുകളിൽ നോർമലി കണക്ട് ചെയ്യുന്ന 5 amps ചാർജിങ് പോയിൻറ്റ് മതി, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്ന മോട്ടർ എന്ന് പറയുന്നത് BLDC ഹബ് മോട്ടറാണ് വരുന്നത്. ബാറ്ററി എന്ന് പറയുന്നത് 5.1 kWh ഉള്ള ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. IP67 റേറ്റഡ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 132 കിലോ ആണ്. പേലോഡ് കപ്പാസിറ്റി പറയുന്നത് 130 ആണ്. അപ്പോൾ നമുക്ക് പില്ലിനെ വെച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ലഗേജ് ക്യാരി ചെയ്തിട്ടാണെങ്കിലും 130 കിലോ ആണ് പേലോഡ് കപ്പാസിറ്റി പറയുന്നത്. നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസിൽ നമുക്കൊരു 10 kg കപ്പാസിറ്റി ക്യാരി ചെയ്യാം. പിന്നെ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ടൈമാണ്. പിന്നെ എനിക്ക് ഒരു ചെറിയൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തത് ഈ ജോയ്സ്റ്റിക്ക് മേലെ വരുന്നതുകൊണ്ട് ഇൻഡിക്കേറ്ററിലേക്ക് നമ്മൾ കൈവെക്കുന്ന സമയത്ത് അറിയാതെ നമ്മൾ ഈ ഹോണിലേക്കാണ് പ്രസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു മിസ്മാച്ചിങ് പോലെ ഫീൽ ചെയ്തു. പിന്നെ നമ്മളത് ഇപ്പോൾ കൈ കൊടുക്കുന്നതുകൊണ്ട് ഈ ഒരു ഗ്രീൻ ലൈൻ ആയിരിക്കും കാണിക്കുന്നത്. റീജൻ ആക്റ്റീവ് ആകുമ്പോൾ കണ്ടോ ഒരു ബ്ലൂയിഷ് ടോണിലേക്ക് വരും കൈ അയച്ച് കഴിയുമ്പോൾ. അപ്പം എന്തായിരുന്നാലും ഈ ഒരു പ്രൈസ് വർത്താണോ ഇല്ലെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഒരു 10,000 കുറച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നി. അണ്ടർ 2 lakhsലേക്ക് വരുത്താമായിരുന്നു ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനും അതുപോലെ തന്നെ യൂത്ത് ആയിട്ടുള്ളവർക്കും ഇത്തിരി പ്രായമുള്ളവർക്കും ലേഡീസിനാണെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റും. സീറ്റ് ഹൈറ്റ് കുറച്ച് ലോ ആണ്, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ പ്ലസ് പോയിൻറ്റ്സ് മെയിനായിട്ട് റേഞ്ചാണ് എനിക്ക് തോന്നിയത്. കാരണം അവർ പറയുന്ന റേഞ്ചിനേക്കാളും കൂടുതൽ കിട്ടണുണ്ട് എനിക്ക്. 150 സിമ്പിളായിട്ട് ഇക്കോ മോഡൽ കിട്ടും, 100 പവർ മോഡലും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഈ ഒരു വണ്ടിയിൽ. കിടു പവറും കിടു ബാറ്ററി റേഞ്ചും അതുമായിട്ട് ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്കൂട്ടറാണ് TVS iQube. ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഒരു ഇൻ്റർവെൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത് ഇൻ്റർവെൽസ്. അത് 1 ഇയറിൽ 2 സർവീസാണെന്ന് തോന്നുന്നു. മെയിനായിട്ട് ചെക്കപ്പ്, റെഗുലർ ചെക്കപ്പൊക്കെയാണ്. പിന്നെ വാഷിങ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ബ്രേക്ക് ടൈറ്റാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് സർവീസ് എന്നുള്ള സെറ്റപ്പിൽ വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ TVS iQube എന്ന് പറയുന്ന വെഹിക്കിൾ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ നല്ലൊരു വെഹിക്കിളായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ ഓടിയൊക്കെ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചേർക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോ വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.